ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻഖർ രാജിവെച്ചതിൽ വിശദീകരണം നൽകാതെ കേന്ദ്ര സർക്കാർ. അപ്രതീക്ഷിത രാജിയിൽ പാർലമെന്റിലും പ്രതിപക്ഷം സർക്കാരിനോട് മറുപടി തേടിയെങ്കിലും വിശദീകരിച്ചില്ല. ഭരണഘടനാ പദവിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനും പുറത്തുവരുന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടി നൽകാനും കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ട്വീറ്റ് ചെയ്തു. അതിനിടെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ രാഷ്ട്രീയ നേട്ടം കൂടി കണക്കിലെടുത്താകും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP പ്രഖ്യാപനം നടത്തുക എന്ന സൂചനയുമുണ്ട്. ഇത് സംബന്ധിച്ച് രാജ്യത്തെ ഭരണഘടനാ പദവിയിലെ രണ്ടാമൻ രാജിവെച്ച് പോകുന്നു. അന്ന് വൈകുന്നേരം വരെ രാജിക്ക് തൊട്ടു മുൻപ് വരെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുമായി പാർലമെന്റിൽ രാജ്യസഭയിൽ സജീവമായിരുന്ന ഒരാളാണ് വളരെ പെട്ടെന്ന് രാജിപ്രഖ്യാപനവുമായി രംഗത്തെത്തുന്നത്. ഒരു വിശദീകരണവുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു സംഭവം രാജ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മുൻപ് ഉപരാഷ്ട്രപതിമാർ രാജിവെച്ചിട്ടുണ്ട്. അത് രാഷ്ട്രപതിയാകാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ കൃത്യമായ ചില ദുസൂചനകളുണ്ട്. ധൻഖറിൻ്റെ ഉപരാഷ്ട്ര പദവിയിൽ നിന്നുള്ള രാജി എന്താണ് BJP ലക്ഷ്യമിടുന്നത്? ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണോ? ധൻഖറിനെ പുറത്താക്കിയത് തന്നെയാണോ? സിജു, എന്തായാലും നമുക്കറിയാം ഈ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിന്റെ രാജി വളരെ അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം JNU നടത്തിയ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് 2027 ഓഗസ്റ്റ് വരെ എനിക്ക് ഈ ഒരു പദവിയിൽ തുടരാം, ആ പദവി ഞാൻ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയുള്ളൂ. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടുള്ള രാജി എന്ന് പറയുന്നത്. സ്വാഭാവികമായി അതിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒറ്റ രാത്രി കൊണ്ട് മാറിയ ചരിത്രമൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായതും നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഈ ഭരണഘടനയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഉപരാഷ്ട്രപതി ഒറ്റ രാത്രി കൊണ്ട് മാറുന്നത്. അതും ഈ മൺസൂൺ സമ്മേളനം തുടങ്ങി ആദ്യ ദിനം ഈ രാജ്യസഭയിലെ മുഴുവൻ രാജ്യസഭ ചെയർമാനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കടമ കൃത്യമായി നിർവഹിച്ച ശേഷമാണ് അദ്ദേഹം പൊടുന്നനെ രാത്രി വൈകിട്ടോടെ അദ്ദേഹം ഈ രാജി സമർപ്പിക്കുന്നത്. കൃത്യമായ ഒരു കാരണം പോലും അതിന് വ്യക്തമല്ല, ആരോഗ്യ കാരണം മാത്രമാണ് പറയുന്നുള്ളൂ. നമുക്ക് ആ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പക്ഷേ ഇതിൽ കൃത്യമായ വിശദീകരണം ഇതുവരെയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. പാർലമെന്റിൽ അതിനുശേഷം ഇന്നലെയും കഴിഞ്ഞ 2 ദിവസവുമായി പാർലമെന്റിൽ ഈ ഉപരാഷ്ട്രപതിയുടെ ഈ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം, ഭരണഘടനാ പദവിയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണമെന്നൊക്കെ അടക്കം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ ഉന്നയിച്ചെങ്കിലും ഇപ്പോഴും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നില്ല. ഇനി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നില്ലെങ്കിൽ ജഗദീപ് ധൻഖറെങ്കിലും ഈ കാര്യത്തിലൊരു മൗനം വിടരുന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഇതുവരെയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും മറ്റൊരു വിശദീകരണം നൽകിയിട്ടില്ല. ഇപ്പോൾ ഒരു യാത്രയയപ്പ്, അത് ഉപരാഷ്ട്രപതി ഇത്തരത്തിൽ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് പാർലമെന്റിൽ നൽകേണ്ടതുണ്ട്. പക്ഷെ അതുപോലും നൽകിയിട്ടില്ല. അത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ രാജിവെച്ച് പുറത്തുപോയ ആൾക്ക് തിരികെ ഇനി പാർലമെന്റ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഒരു യാത്രയയപ്പ് നൽകാനാവില്ല, അത് ചട്ടം അനുവദിക്കുന്നില്ല എന്നൊരു സാങ്കേതിക കാരണം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇപ്പോൾ പുറത്തു വരുന്ന പല പല അഭ്യൂഹങ്ങളുണ്ട്. അതിലൊന്ന് ഈ ദില്ലിയിൽ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടി പ്രതിപക്ഷം ആവശ്യപ്പെടുകയും പ്രതിപക്ഷം ഒന്നടങ്കം ഒപ്പിട്ടുകൊണ്ട് അതൊരു നിവേദനം ഇംപീച്ച്മെന്റിനുള്ള നൽകുകയും ചെയ്തിരുന്നു. ഇത് കൃത്യമായി രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ജഗദീപ് ധൻഖർ അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത് ഭരണപക്ഷം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അത് കാര്യത്തിൽ ഇത്തരത്തെടുക്കാൻ വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇംപീച്ച്മെന്റ് അത് അംഗീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊരു വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഒരു രാജ്യത്തിലേക്ക് പോകാനുള്ള കാരണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അഭ്യൂഹമാണ് ഏറ്റവും മുൻപിലായി വരുന്നത്. മാത്രമല്ല, ധൻഖറുമായി ഈയിടെയായി BJPയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും JP നദ്ദയും അടക്കമുള്ള നേതാക്കളുമായി ധൻഖർ അത്തരത്തിലും ഒരു ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ ഇനിയിപ്പോൾ പുതിയ ഉപരാഷ്ട്രപതി ആര് എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുമ്പോൾ അവിടെയും പല പല അഭ്യൂഹങ്ങളും പല പല പേരുകളും വരുന്നുണ്ട്. അതായത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇനി ബീഹാറിൽ നിന്നുള്ള ആരെങ്കിലും ആകുമോ ഇതിൽ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്? അവിടെ ഒരു രാഷ്ട്രീയ നേട്ടം BJP ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, രാജ്യത്തെ രാഷ്ട്രപതിക്കും രക്ഷയില്ല, BJP സർക്കാരിന്റെ കീഴിൽ ഉപരാഷ്ട്രപതിക്കും രക്ഷയില്ല. നമ്മൾ കണ്ടതാണ് പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതിയെ ക്ഷണിക്കാതിരുന്ന ആ സാഹചര്യമൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഓർമ്മയുണ്ട്. അതിന് പിന്നാലെയാണ് ഉപരാഷ്ട്രപതി തന്നെ ഇപ്പോൾ നാണം കെട്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം. രണ്ടുപേർക്കും വിശദീകരിക്കാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഈ സംഘപരിവാർ, മോദി സർക്കാർ, BJP, RSS ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിമുറുക്കുന്നത്? അതും രാജ്യത്തെ ഭരണഘടനാ പദവിയിലെ ഒന്നാമനെയും രണ്ടാമനെയും എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ മേഖലയിൽ കൂടി ഉയർന്നു വരേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രതിപക്ഷം
ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് എം പി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം, എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി രാജിവെച്ചു, എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് വലിയ തരത്തിൽ രാഷ്ട്രപതിയെയും ഭരണഘടനാ പദവികളെ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അത് കേന്ദ്ര സർക്കാർ ഇടവരുത്തുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം കൂടി ഉയർന്നു വരേണ്ടതുണ്ട്. പ്രതിപക്ഷം ഇപ്പോൾ നമുക്കറിയാം CPIM കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ? ഇതിന് കൃത്യമായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതായത് പ്രതിപക്ഷ അടക്കം ആവശ്യപ്പെടുന്നത് ഇതിൽ കൃത്യമായ നിലപാടുകൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം. എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി ഒറ്റ രാത്രിയിൽ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആരോഗ്യകാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായി സഭാ നടപടിയിലെത്തി അദ്ദേഹത്തിന് രാജി സമർപ്പിക്കാനും അദ്ദേഹത്തിന് ആരോഗ്യകാര്യങ്ങൾ കൃത്യമായി പറയുവാനും അദ്ദേഹത്തിന് ഒരു യാത്ര അയപ്പ് നൽകേണ്ടതൊക്കെ ഏറ്റവും സ്വീകാര്യമായ ഒരു കാര്യങ്ങളാണ് പാർലമെന്റ് നടക്കേണ്ടത്. പക്ഷെ അതൊന്നും നടക്കാതെ പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ച് പോകുമ്പോൾ അത് കൃത്യമായ ദുരൂഹതയുണ്ട്. ആ ഒരു ഉപരാഷ്ട്രപതി എന്ന പദവിയുടെ അന്തസ്സത്ത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിന് കൃത്യമായി ഈ ഒരു നിലപാട് അറിയിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷെ അതിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇനിയിപ്പോൾ പുതിയ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചതിന്റെ ശശി തരൂരിന്റെ പേരടക്കമല്ലാതെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. അതുകൂടാതെ BJP ഏതായാലും ശശി തരൂരുണ്ട് ആ പട്ടികയിൽ, ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം ഉള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ നദ്ദയുടെ പേരുണ്ട്. അങ്ങനെ നിരവധി പേരുകൾ കേൾക്കുന്നു. പക്ഷേ BJPക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഒരാളിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചില കാര്യങ്ങളിൽ ലക്ഷ്യമിടുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും BJP കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ CBC ജോസഫ് ദില്ലിയിൽ നിന്ന് നൽകിയത്.